നമുക്ക് സ്വന്തമായിട്ട് വീടില്ലെന്നും നമ്മുടെ അവസ്ഥ എന്താണെന്നും എല്ലാം എല്ലാവരും അറിഞ്ഞിരിക്കണം. എന്നിട്ടും അവർ ഈ കല്യാണത്തിന് തയ്യാറാണെങ്കിൽ മാത്രം നമുക്ക് ഈ കല്യാണം നടത്തിയാൽ മതി. എന്റെ മോളെ, നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? ഇതെല്ലാം കൂടി അവരറിഞ്ഞാൽ അവരവരുടെ വഴിക്ക് പോകും. പൊയ്ക്കോട്ടെ പൊയ്ക്കോട്ടെ പൊയ്ക്കോട്ടെന്നോ? അപ്പൊ നിനക്ക് നിന്റെ അനിയത്തോട് യാതൊരു സ്നേഹവും ഇല്ല അല്ലേ? എന്റെ അനിയത്തോടെ എനിക്ക് സ്നേഹം ഉള്ളതുകൊണ്ടാ എന്റെ ഈ അവസ്ഥ ഉണ്ടല്ലോ. ഈ അവസ്ഥ നാളെ അവക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിട്ടാ. എനിക്ക് മനസ്സിലായടി. നിന്റെ അനിയത്തിയുടെ സ്ഥാനത്ത് നീ കാണുന്നതേ മീനാക്ഷിയെ, മിത്ര, ആ അനുവിനൊക്കെ അല്ലേ? വിദ്യ നിനക്ക് ആരാടി? മീനുവും മിത്രയും അനുവൊക്കെ എന്റെ അനിയത്തിമാരാ. ഞാൻ സ്നേഹിക്കുന്നത് പോലെ തന്നെയാ അവരെന്നെ തിരിച്ച് സ്നേഹിക്കുന്നത്. അതിലൊരു വേർതിരിവ് ഞാൻ കാണിച്ചിട്ടില്ല. നിന്റെ ഭാവി ഒന്ന് കര പറ്റിക്കാൻ അച്ഛൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. അവസാനം അത് ഇങ്ങനൊക്കെ ആയി. നീ അതിന്റെ വാശി തീർക്കാൻ വിദ്യയുടെ ജീവിതം തകർക്കാനാ നോക്കുന്നെങ്കിൽ അമ്മയ്ക്ക് ഇനി ഒന്നും പറയാനില്ല. ഞാൻ എന്റെ അനിയത്തിയുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കോ? പിന്നല്ലാതെ നീ ഇപ്പൊ കാണിക്കുന്ന എന്തുവാ? ആ പയ്യന്റെ വീട്ടുകാരോട് സത്യങ്ങളൊക്കെ പറയണം. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതാ നിന്റെ വാശി എന്ന് ഞാൻ പറയുന്നത്. എടി, ഇതെല്ലാം അറിഞ്ഞ ഈ ബന്ധത്തിൽ നിന്ന് അവര് പിന്മാറുമെന്ന് നിനക്കറിയില്ലേ? അതറിഞ്ഞോട് തന്നെയല്ലേടി നീ പറയുന്നത്? വിദ്യ രക്ഷപ്പെടരുത്, അവക്കൊരു നല്ല ജീവിതം കിട്ടരുത്, അതാണോടി നിന്റെ ആഗ്രഹം? സ്വപ്നത്തെ പോലെ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. നീ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ നിന്റെ അനിയത്തിക്ക് വേണ്ടി ഞാൻ പറയുന്നത് അനുസരിക്കാൻ നീ ഇപ്പൊ തയ്യാറാവണം. ശ്രീകലെ, നമ്മുടെ വിദ്യമോളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മോള് എന്തിനും തയ്യാറാകും. നിന്നെ കെട്ടിച്ചു വിട്ടത് ദേവമംഗലത്തേക്കാണെന്ന് അറിഞ്ഞത് കൊണ്ടാ ആ പയ്യന്റെ വീട്ടുകാര് കൂടുതലൊന്നും അന്വേഷിക്കാതെ ഈ ബന്ധത്തിന് തയ്യാറായത്. അമ്മേ, ഇന്നല്ലെങ്കിൽ നാളെ നടന്ന കാര്യങ്ങളെല്ലാം ആ പയ്യന്റെ വീട്ടുകാരറിയും. അറിയാനുള്ളത് എന്തായാലും അറിയും. പക്ഷേ അവരെന്തറിയണോന്ന് തീരുമാനിക്കുന്നത് നമ്മളാ. എന്നുവെച്ചാ ദേവമംഗലത്തുനിന്ന് നീ പുറത്താക്കപ്പെട്ടു എന്നല്ല അവരറിയേണ്ടത്. പിന്നെ നീ ദേവമംഗലത്തുനിന്ന് നിന്റെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോന്നു, അങ്ങനെ അവരറിയാവൂ. എന്റെ ഇഷ്ടത്തിന് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നോ? അതെ.